ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. AMH കുറവുള്ള ഏജ് 30-ൽ കൂടുതലുള്ള ഒരാൾക്ക് അവരുടെ സ്വന്തം എഗ്ഗ് വെച്ച് തന്നെ അവരുടെ കുഞ്ഞിനെ ലഭിക്കുമോ? അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ AMHന്റെ ശരിക്കുള്ള ഇതുവരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത കുറേയേറെ സത്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. AMH എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? AMH എന്താണ് നമുക്ക് പറഞ്ഞു തരാത്തത്? AMHന്റെ യൂസ് എവിടെയാണുള്ളത്? AMHന്റെ യൂസ് എവിടെയൊക്കെയാണ് ഇല്ലാത്തത്? നിങ്ങളുടെ AMH കുറവാണെങ്കിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സീക്രട്ട് കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. AMH എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് തന്നെയാണ്. ഇത് സയന്റിഫിക് തന്നെയാണ്. അപ്പോൾ അമ്മയുടെ വയറ്റിൽ പെൺകുഞ്ഞുള്ളപ്പോൾ തന്നെ അവരുടെ ഓവറീസിൽ 6 മില്യൺ എഗ്സ് ഉണ്ടാകും. കുഞ്ഞ് ജനിച്ചൊക്കെ കഴിയുമ്പോൾ ഈ 6 മില്യണിൽ നിന്ന് അത് 1 മില്യൺ ആയിട്ട് മാറും. പീരീഡ്സ് ആകാൻ സ്റ്റാർട്ട് ആകുമ്പോൾ ആ എഗ്ഗിൻ്റെ എണ്ണം 3 ലക്ഷമാകും. അത് പിന്നീട് കുറഞ്ഞു പോകും. മാക്സിമം ഒരു 500 എഗ്സ് മാത്രമേ ശരിക്കും യൂസ് ആകുന്നുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും അല്ലേ? AMH ബേസിക്കലി എഗ്സിൽ ബാക്കിയായ ഗ്രാനുലോസ സെൽസിൽ നിന്ന് വരുന്ന ഒരു ഹോർമോൺ ആണ്. ഇതിന്റെ വാല്യൂ നിങ്ങളുടെ ബാക്കിയുള്ള എഗ്സ് എത്രയാണെന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഓർക്കുക, 2-3 കൊട്ടയിൽ ഒരുപാട് മുട്ട വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഓരോ മുട്ട വെച്ച് കുട്ടയിൽ കുറയാൻ തുടങ്ങും. നമ്മൾ ഏത് കുട്ടയിൽ നിന്നാണ് മുട്ട എടുക്കുന്നത് അതനുസരിച്ച് കുട്ടയിലെ മുട്ട കുറഞ്ഞു പോകും. അപ്പോൾ കുട്ടയിൽ എത്ര മുട്ടയുണ്ടെന്നുള്ള കാര്യമാണ് AMH പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ AMH നിങ്ങളുടെ ബാക്കിയുള്ള എഗ്സിന്റെ എണ്ണമാണ് മനസ്സിലാക്കി തരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു കാര്യമാണ് AMH എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാത്തതെന്ന്. ഈ എഗ്ഗിൽ നിന്ന് എത്ര ഗോൾഡൻ എഗ് ആണെന്ന്, അതായത് ഈ എഗ്ഗിൽ നിന്ന് എത്ര എഗ്ഗാണ് കുഞ്ഞാവാൻ പ്രാപ്തിയുള്ള നല്ല എഗ്ഗ്, അത് നിങ്ങൾക്ക് AMHന്റെ വാല്യൂയിലൂടെ മനസ്സിലാവില്ല. അപ്പോൾ ഇതിന്റെ കറക്റ്റ് യൂസ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിന്റെ കറക്റ്റ് യൂസ് IVFലും IUIലും ഒക്കെയാണ് വരുന്നത്. IVFലും IUIലും ഒക്കെ എഗ്ഗ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് എത്ര ഡോസ് ഇഞ്ചെക്ഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏജ് വെച്ചാണ് ശരിക്കും നമ്മൾ AMHന്റെ വാല്യൂ നോർമൽ ആണോ എന്ന് നോക്കേണ്ടത്. 45 വയസ്സുള്ള ഒരു സ്ത്രീയുടെ AMH 0.5-ൽ കൂടുതലായിരിക്കണം. 40 വയസ്സുള്ള ഒരു സ്ത്രീയുടെ AMH 1-ൽ കൂടുതലായിരിക്കണം. 35 വയസ്സുള്ള ഒരു സ്ത്രീയുടെ AMH 1.5-ൽ കൂടുതലായിരിക്കണം. 30 വയസ്സുള്ള ഒരു സ്ത്രീയുടെ AMH 2.5-ൽ കൂടുതലായിരിക്കണം. 25 വയസ്സുള്ള ഒരു സ്ത്രീയുടെ AMH 3-ൽ കൂടുതലായിരിക്കണം. ഇത് ലോവർ ലിമിറ്റ് ആണ് പറയുന്നത്, അപ്പർ ലിമിറ്റ് അല്ല. നോർമൽ AMH ഇതിലും കൂടുതലായിരിക്കണം. ഏജ് കൂടുന്തോറും ഒബ്വിയസ്ലി എഗ്ഗ് കുറയും, അപ്പോൾ AMHും കുറയും. AMH 1.6-ൽ താഴെയാണെങ്കിൽ എഗ്ഗ് ഒരുപാട് കുറവായിരിക്കും ലഭിക്കുന്നത്. ഇനിയും AMH 0.4-ലൊക്കെ കുറവാണെങ്കിൽ എഗ്ഗ് കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, AMH കുറവാണെങ്കിൽ കിട്ടുന്ന എഗ്ഗിൽ നിന്ന് പ്രഗ്നന്റ് ആകാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും സാധിക്കും. കാരണം ക്വാളിറ്റിയുടെ കാര്യം AMHന്റെ വാല്യൂവിന് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് ഒരു കാര്യമാണ് AMHും FSHും തമ്മിലുള്ള റിലേഷനെ പറ്റി. 2 ഹോർമോൺസ് ആണ്. AMH എഗ്ഗിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഒരു പീരീഡിന്റെ സൈക്കിൾ സ്റ്റാർട്ട് ആകുമ്പോൾ ബ്രെയിനിൽ നിന്ന് FSH റിലീസ് ആകുമ്പോൾ 3-ാം ദിവസം ഒരുപാട് ചെറിയ ഫോളിക്കിൾസിൽ നിന്ന് ഒരു ഫോളിക്കിളിനെ മുന്നോട്ട് പോകാൻ കിക്ക് ചെയ്യും.
ഫോളിക്കിൾ എഗ് ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ളതാണെങ്കിൽ, ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ അപ്പോൾ ചെറിയൊരു കിക്ക് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനിയും എഗ് ഫോം ആകുന്നില്ല എങ്കിൽ അപ്പോൾ വലിയ കിക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ FSH തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. FSH കൂടുതലാണെങ്കിൽ, AMH കുറവാണെങ്കിൽ അവരിൽ എഗ് ഫോർമേഷൻ കുറവായിരിക്കും. ഇനിയും AMHും IVFും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. IVFിൽ AMH നോക്കിയിട്ട് എത്ര ഡോസ് ഇഞ്ചെക്ഷൻസ്, മെഡിസിൻസ് ഒക്കെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കും. എഗ് ഫോർമേഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ലോ AMHൽ 3 കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, എഗ് ഒരുപാട് കുറവായിരിക്കും. കുറവ് എഗ് ആണെങ്കിൽ ഒബ്വിയസ്ലി എംബ്രിയോ കുറവായിരിക്കും. അപ്പോൾ എംബ്രിയോ കുറവാണെങ്കിൽ പ്രഗ്നൻസി ചാൻസും അവിടെ കുറവാകും. രണ്ടാമത്തത്, AMH കുറവുള്ളപ്പോൾ ഒരുപാട് മെഡിസിൻസ് കൊടുത്താലും എഗ് ഫോം ആകില്ല. അപ്പോൾ സൈക്കിൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് മൂന്നാമത്തേത്, എഗ് കുറവാണെങ്കിൽ നോർമലി ക്വാളിറ്റിയുള്ള എഗ് എത്രയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും എഗ് കുറവായതുകൊണ്ട് തന്നെ അതിൽ ക്വാളിറ്റിയുള്ള എഗ്ഗും ഒബ്വിയസ്ലി കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷനിൽ പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ എംബ്രിയോസ് കിട്ടാറില്ല. അപ്പോൾ ബേസിക്കലി IVFിൽ നല്ല AMH ഉണ്ടെങ്കിൽ എഗ് കൂടുതൽ കിട്ടും. അപ്പോൾ എംബ്രിയോസും കൂടുതൽ ഫോം ആകും. പ്രഗ്നൻസി ചാൻസും അവിടെ കൂടും. ഇനി AMH വേറെ എന്തൊക്കെ മനസ്സിലാക്കി തരും എന്ന് നോക്കാം. PCOS, PCODയിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഫോളിക്കിൾസ് ഉണ്ടാകും. അപ്പോൾ AMH കൂടുതൽ ആയിരിക്കും. അപ്പോൾ അവരിൽ AMH കൂടുതൽ ആണെങ്കിൽ പോലും അവിടെ നല്ല എഗ്സ് കിട്ടില്ല. പക്ഷേ PCOD ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് AMH യൂസ് ചെയ്യാറില്ല. മെനോപോസിൻ്റെ ടൈമിൽ AMH വാല്യൂ വളരെ ലോ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ഒവേറിയൻ റിസർവ് മനസ്സിലാക്കാൻ പറ്റും അത് നോക്കാം. അപ്പോൾ അതിനായിട്ട് 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏജ്. രണ്ടാമത്തേത് AFC, ആൻട്രൽ ഫോളിക്കിൾ കൗണ്ട്. മൂന്നാമത്തേതാണ് AMH. നെക്സ്റ്റ് ആണ് FSH. ഈ 4 കാര്യം നോക്കിയാൽ നമ്മുടെ ഒവേറിയൻ റിസർവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ AMHൻ്റെ A to Z കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ബോണസ് കാര്യം കൂടിയുണ്ട്. AMH കുറവാണെങ്കിൽ അത് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സത്യമാണ്, AMH കുറവാണെങ്കിൽ അത് കൂട്ടാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. AMH കൂട്ടാനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും വേൾഡിൽ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി നല്ലതാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ വീഡിയോസ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലോ AMHൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് വേറെ ഒരു വീഡിയോയിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. AMH കുറവുള്ള നമ്മുടെ തന്നെ ഒരു ഫാമിലി മെമ്പറിൻ്റെ IVF സക്സസ് സ്റ്റോറി ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോണർ എഗ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ട് സ്വന്തം എഗ് വെച്ച് തന്നെ കുഞ്ഞ് ആയ ആ സക്സസ് സ്റ്റോറി നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ AMH കുറവാണെന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.